കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി കാലിഗ്രാഫി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ തിരുവനന്തപുരത്തുണ്ട്. മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പല സിനിമകളുടെയും സാഹിത്യകൃതിയുടെയും തലക്കെട്ടുകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ നാരായണ ഭട്ടതിരി. ഭട്ടതിരി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭട്ടതിരിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്താണ് കുറേ അധികം കാലമായി. അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന ഭട്ടതിരിയെ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. മനോഹരമായ കൈയക്ഷരം എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനെ കുറച്ചുകൂടി പരിപോഷിപ്പിച്ച അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന കലാവിദ്യയാണ് കാലിഗ്രഫി. പേനയോ ബ്രഷോ ഉപയോഗിച്ച് കറുത്ത വരകൾ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അക്ഷരങ്ങൾ എഴുതുന്ന വിദ്യ. കഴിഞ്ഞ 40 വർഷത്തിലധികമായി നാരായണ ഭട്ടതിരി കാലിഗ്രഫി രംഗത്തുണ്ട്. പത്മരാജന്റെ ക്ലാസിക് ചിത്രങ്ങളായ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇടവപ്പാതി, അന്യർ, എന്ന് നിന്റെ മൊയ്തീൻ ഉൾപ്പെടെ 25ഓളം ചിത്രങ്ങളുടെ പേരുകൾ തിയേറ്ററിൽ തെളിഞ്ഞത് ഭട്ടതിരിയുടെ കയ്യക്ഷരത്തിലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് വൃത്തിയായിട്ട് എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ജോലി ചെയ്ത് പഠിക്കുക എന്ന ഒരു രീതി വെച്ചിട്ട് കലാകൗമുദിയിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ കഥകൾക്കും കവിതകൾക്കും മറ്റ് ലേഖനങ്ങൾക്കുമൊക്കെ തലക്കെട്ട് എഴുതുക എന്നുള്ള ജോലിയായിരുന്നു പ്രധാനമായി ചെയ്തിരുന്നത്. 25ഓളം സിനിമകളുടെ ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പത്മരാജൻ്റെ സിനിമകളുടെയൊക്കെ, പത്മരാജൻ്റെ മാത്രമല്ല മറ്റു പലരുടെയും സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ MTയുടെ രണ്ടാമൂഴം, മാധവിക്കുട്ടിയുടെ നിർമ്മാതളം പൂത്ത കാലം, മലയാറ്റൂരിൻ്റെ 6-ാം വിരൽ ഉൾപ്പെടെ നിരവധി സാഹിത്യകൃതികളുടെ തലക്കെട്ടുകളും എഴുതി. ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ കാലത്തും കാലിഗ്രഫിക്ക് ശക്തിയുണ്ടെന്നാണ് നാരായണ ഭട്ടതിരിയുടെ പക്ഷം. ഡിജിറ്റൽ കലിഗ്രാഫി വന്നതുകൊണ്ട് ഇതിന് ഒരു വ്യത്യാസമില്ല. ഇത് വേറൊരു രീതിയാണ്. എഴുതി കാണിക്കുമ്പോൾ ഈ ഒരു മഷി പോകുന്ന ആ പോക്കും ഒക്കെ ഡിജിറ്റലിൽ ഒരു കാലത്തും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കൈകൊണ്ട് എഴുതുന്ന ആ രീതി എന്നും പ്രസക്തമാണ്. മറ്റു പല ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിൽ കാലിഗ്രഫി അത്ര സജീവമല്ല. കേരളത്തിൽ അക്ഷരകലയെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഈ 65കാരൻ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം AV ജയശങ്കർ, 24, തിരുവനന്തപുരം.